ഇപ്പോൾ ഈ കാണുന്നതാണ് നിലവിൽ, അതായത് ജെൻ റോബോട്ടിക്സ്. ഇതാണ്, ഈ മെഷീനാണ് നിലവിൽ. ഈ റോബോട്ടിക്സിനെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ, മാലിന്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ജോയിയെ രക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യങ്ങൾ ചെയ്തത് ഈ റോബോട്ടിക്സ് ആണ്, ജെൻ റോബോട്ടിക്സ്. അതായത് ഒന്ന് മാലിന്യം നീക്കുക, ഒന്ന് നിലവിൽ ടണലിലേക്ക് ഇറങ്ങി ഈ കാണാതെ പോയി ആളെ അന്വേഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇതൊരു നമുക്കിവിടെ അറിയാം, ഒരു ഗുഡ്സ് ഓട്ടോയിലാണ് ഇതിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ പോസ്റ്റ് ഓഫീസ്, അതായത് തിരുവനന്തപുരത്തെ പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലായിട്ട് ആണ് ഈ ഒരു വാഹനം ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കിത് കാണാൻ അറിയാം, ഇതിൽ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇത് ജെൻ റോബോട്ടിക്സ്. നിലവിൽ ഒരു മനുഷ്യനെ കാണാതായതിനെ കണ്ടുപിടിക്കുന്നതിലേക്കായിട്ട് ഒരു റോബോട്ടിക് തന്നെ എത്തിയിരിക്കുന്നു. അതായത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ടെക്നോ പാർക്കിൽ തന്നെ ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ്. നമുക്കിതറിയാം. ഇതിൽ നിങ്ങൾ തന്നെ ഇത് കണ്ടോളൂ, എന്താണ് ഈ ജെൻ റോബോട്ടിക് എന്താണെന്നുള്ളത്. ഇതിൽ വ്യക്തമായിട്ട് പേര് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇന്ന് ജോയിയെ, അതായത് ഇന്നലെ രാത്രി മുതൽ ജോയിയെ അന്വേഷിക്കുന്നതിലേക്കായിട്ട് ഇറങ്ങിയിരിക്കുന്ന മെഷീൻ, അതായത് ഒരു യന്ത്രം. ഈ ഒരു വാഹനത്തിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. തലസ്ഥാനത്ത് ഇവിടെ പോലീസ് വാഹനങ്ങളും അതുപോലെ തന്നെ ന്യൂസ് ചാനലിൻ്റെ വാഹനങ്ങളെല്ലാം ഉണ്ട്. ഗതാഗതത്തെ നിയന്ത്രിച്ചുകൊണ്ട് നടക്കുവാണ്.